അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. വൈറസ് അല്ലെ, ഇപ്പം മനുഷ്യര് ഇന്ന് വലിയൊരു വൈറസിനെ പേടിച്ചാണ് ഇരിക്കുന്നത് അല്ലെ, കൊറോണ വൈറസ്. അതുപോലെ തന്നെ പ്ലാന്റ്സും പേടിച്ചിരിക്കുന്ന വൈറസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു വൈറസ് എപ്രകാരമാണ് പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നത്, പ്ലാന്റ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഒരു കൊറോണ വൈറസ് എപ്രകാരമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അതിനാണ് പറയുന്നത് അല്ലെ, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സാമൂഹിക അകലം പാലിക്കണം, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്ന് പറയുന്നത് അല്ലെ, ഹാൻഡ് വാഷ് ഉപയോഗിക്കണം, ഹാൻഡ് സാനിറ്റൈസർ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്നത്. അവിടെ ഇവിടെയും തൊട്ടിട്ട് കണ്ണിലും മൂക്കിലും വായിലും ഒന്നും തൊടരുത് എന്ന് പറയുന്നത്. അതുവഴിയൊക്കെയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനി നമ്മുടെ പ്ലാന്റ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞു നമ്മളല്ലേ, പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ പരസ്പരമാണ് വരുന്നത് അല്ലെ. ഇപ്പൊ ഒരാൾ തുമ്മുമ്പോഴും ഒക്കെയാണ് ഈ ഒരു വൈറസ് പുറത്തേക്ക് വരുന്നത്. അപ്പം നമ്മുടെ ചെടികളുടെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ചെടികൾക്ക് എങ്ങനെയാണ് വരുന്നത്? ചെടികൾക്ക് അപ്പുറത്തോട്ടേക്കും ഇപ്പുറത്തേക്കോട്ടേക്കും സഞ്ചരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടി നടന്നു വന്ന് അടുത്ത ചെടിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം അവിടെ പിന്നെ എങ്ങനെയാണ് ഒരു ചെടിയിൽ നിന്നും വൈറസ് മറ്റൊരു ചെടിയിലേക്ക് മാറുന്നത്? അവിടെയാണ് വെക്ടർ എന്ന് പറയുന്നത്, അതായത് ഒരു വാഹകന്റെ ആവശ്യമുള്ളത്. ഈ ഒരു വാഹകൻ എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ ഇൻസെക്റ്റുകളാകാം. ഇപ്പം വൈറ്റ് ഫ്ലൈ പോലെയുള്ള ഇൻസെക്റ്റുകളാകാം, വൈറ്റ് ഫ്ലൈസ് അല്ലെങ്കിൽ ട്രിപ്സ്, മൈറ്റ്സ് ഒക്കെ ആകാം. അപ്പം അത് ഒരു ചെടിയെ അറ്റാക്ക് ചെയ്തതിനു ശേഷം ആ ഒരു വൈറസിനെയും വഹിച്ചുകൊണ്ടാണ് അടുത്ത ചെടിയിലേക്ക് പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ചെടിയിൽ എന്തുണ്ടാകുന്നുണ്ട്? വൈറസ് ഉണ്ടാകുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ പടരുന്നതാണ്. ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം മനുഷ്യരെ എന്തെങ്കിലും തരത്തിൽ ഇപ്പം വെട്ടുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്യുമ്പം അതുവഴിയും ആ ഒരു വൂണ്ട് വഴിയും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ ചെറിയൊരു ശതമാനത്തോളമുള്ള ഒരു വൈറസ് പൂമ്പൊടിയിലൂടെയും ബീജങ്ങളിലൂടെയും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലാണ് ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നുള്ളത്. പിന്നെ നമുക്ക് ആ പേരിലേക്ക് വരാം അല്ലെ, RAS ആണ് അല്ലെ, RAS പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ് ഈ RAS? ഞാൻ പറഞ്ഞു വാഹകരുടെ ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ഈ ഒരു വാഹകര് എന്ന് പറയുമ്പോഴത്തേക്കും അത് രസം ഊറ്റി കുടിക്കുന്നതായിട്ടുള്ളതാണ്, അതായത് സക്കിങ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളാണ്. നമ്മളുടെ ത്രൈപ്സ് ആയിക്കോട്ടെ, മൈറ്റ്സ് ആയിക്കോട്ടെ, വൈറ്റ് ഫ്ലൈ ആയിക്കോട്ടെ, അതൊക്കെ രസ് കുടിക്കുന്നവയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്പ്രെഡിങ് നേച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പേര് വൈറസ് എന്നുള്ളതായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ഇതൊരു ലിക്വിഡ് ഫോമിലാണ് വരുന്നത്. 250 ml ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിലാണ് ഇത് വരുന്നത്. അപ്പം ഇത് എപ്രകാരത്തിലാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഈ ഒരു വൈറസ് നിങ്ങൾ ആ ഒരു ഇലയിൽ ആ ഒരു ചെടിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറസ് അകത്തേക്ക് പോയിട്ട് ആ ഒരു വൈറസിന്റെ കോളനികൾ ഉണ്ടാകും. ആ ഒരു കോളനിയിലേക്ക് ചെന്ന് ആ വൈറസിന് ചുറ്റും ഒരു ആവരണം പോലെ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഈ ഒരു വൈറസിന് പിന്നീട് എന്താണ്, ആ ഒരു ഇലയിൽ നിന്നും ഒരു തരത്തിലുള്ള ഒരു ന്യൂട്രീഷനും ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഇല പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഒരിക്കലും ആ ഒരു മഞ്ഞ നിറമായിട്ടുള്ള ആ ഒരു ഇലയെ നമ്മുടെ വൈറസ് എന്ന് പറയുന്ന ഇന്ത്യ ഗ്രോയിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് വഴി മഞ്ഞ ഇലയായിട്ടുള്ളത് പച്ച നിറത്തിലാകും എന്ന് നിങ്ങൾ ഒരു കാരണവശാലും പറയരുത്. ആ ഒരു ഇല കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഉണ്ടാകുന്ന ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസിന് വിമുക്തമായിട്ടുള്ള ഒരു ഇലയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് എപ്രകാരമാണ് ഇതിന്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത്? ഒരു ഏക്കറിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഓരോ പ്രൊഡക്റ്റും വരുന്നത് ഒരു ഏക്കർ എന്നുള്ള ഒരു അളവിലാണ്. അതായത് ഒരു ഏക്കറിൽ നിങ്ങൾക്ക് 250 മുതൽ 300 ml വരെ ഒരു ഏക്കറിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്, വലിയൊരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു വൈറസ് എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചു, അതിനുശേഷം ഒരു 4 മണിക്കൂറിന് ശേഷം മഴ പെയ്യുകയാണ് എങ്കിൽ പോലും അതിന്റെ ആ ഒരു എഫക്റ്റിന് കോട്ടം സംഭവിക്കുന്നില്ല. അതായത് അപ്പോഴത്തേക്കും അത് വളരെ വേഗത്തിൽ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ഉണ്ടാകുന്നതായിട്ടുള്ള, ഞാൻ പറഞ്ഞു, പുതിയ ഇലകൾ, വൈറസ് വിമുക്തമായിട്ടുള്ള ഇലകളാണ് ഉണ്ടാകുന്നത് എന്നതും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്.
ഇനി നമുക്ക് നോക്കാം ഈ ഒരു വൈറസ് ബാധിച്ചിട്ടുള്ള ഈ ഒരു ഇലകള് എപ്രകാരമാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ആ ഒരു ചിത്രത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ടൊമാറ്റോ, തക്കാളിയുടെ ഇലയാണ് ആദ്യത്തെ ചിത്രത്തിൽ ഉള്ളത്. രണ്ടാമത്തേതിൽ നമുക്ക് നോക്കിയാൽ അറിയാം മുളകാണ്, ലൗക്കിയാണ് പിന്നീട് വരുന്നത്. നാലാമത്തതിൽ എന്ന് പറയുമ്പോഴത്തേക്കും ടൊബാക്കോ, പുകയിലയാണ് വരുന്നത്. അഞ്ചാമത്തത് വെണ്ടയ്ക്കയാണ്, പിന്നീട് പപ്പായയാണ്. ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ള പിക്ചർ ഗ്രേപ്സിന്റെ ആണ്. അപ്പം ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞ നിറത്തിലാണ് അല്ലെ. ഞാൻ മുന്നെയും പറഞ്ഞിരുന്നു മഞ്ഞ നിറമാകുന്ന കണ്ടീഷൻസ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് വൈറസ് ബാധ ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാകുക? ഒരു വൈറസ് ബാധ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഇലയൊക്കെ പച്ചയായിരിക്കാം, പക്ഷേ അതിന്റെ ആ ഒരു വെയിൻസ് ഉണ്ടല്ലോ, ആ ഒരു വെയിൻസ് എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലാവുകയാണ് എന്നുണ്ടെങ്കിലാണ് വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. ആ ഇല ഒക്കെ നല്ല പച്ച കളറിലായിരിക്കാം, പക്ഷെ അതിന്റെ വെയിന് എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉറപ്പിക്കാം അത് എന്ത് ബാധിച്ചതാണ്? വൈറസ് ബാധിച്ചതാണ് എന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വൈറസ് ബാധയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ, ആദ്യമായിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറസ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത് ഏതിൽ നിന്നായിരുന്നു? പുകയില അല്ലെ, ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന വൈറസ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന വൈറസിനെതിരെയൊക്കെ, അതായത് മൊസൈക്ക് വൈറസിനെതിരെയൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വൈറസിന്റെ കൂടെ ഞാൻ പറഞ്ഞിരുന്നു രസം ഊറ്റി കുടിക്കുന്ന അല്ലെ, രസം കുടിക്കുന്നതായിട്ടുള്ള ഇൻസെക്ട് ആണ് ഇതിന്റെ വാഹകൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ആ ഇൻസെക്റ്റിനെതിരെയും കൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ എഫക്റ്റ് ആണ്. അതായത് ഇപ്പം ട്രൈബ്സും മൈറ്റ്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പ് മൈറ്റ് ഉപയോഗിക്കാം. വൈറ്റ് ഫ്ലൈസ് ആണെങ്കിൽ വൈറ്റ് ക്രഷ് പ്ലസ് വൈറസ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.